ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. മക്കളെ, എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ ക്രിസ്മസ് പരീക്ഷ എത്തിപ്പോയില്ലേ? നമ്മൾ ഇപ്പൊ വരും എന്നാണ് അവസാനതായി എത്തി. ഇനി വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമേ എന്റെ മക്കൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പഠിക്കണല്ലേ? എന്റെ മക്കളെല്ലാരും ലൈവ് കാണുന്നില്ലേ? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങോട്ടുള്ള ലൈവ്, അതായത് ഈ വീക്ക് മുതലുള്ള ലൈവ് ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് ലൈവ് കാണണം. ലൈവ് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നിങ്ങളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പില്, എന്റെ മക്കൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്തല്ലേ? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന പോലെ തന്നെ ആക്ടിവിറ്റീസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അയക്കുന്നുണ്ട്. എന്റെ മക്കൾ എന്ത് ചെയ്യണം? അതൊക്കെ പരീക്ഷ എഴുതിക്കണം കേട്ടോ. അപ്പൊ ഈ പരീക്ഷയുടെ ആൻസേഴ്സ് എവിടെയെന്നുള്ള ഡൗട്ട് ഉണ്ടാവില്ലേ? ആ ആൻസേഴ്സും എന്ത് ചെയ്യും? അതിന്റെ മുന്നേ തന്നെ നമ്മൾ ലൈവില് ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യും. അപ്പം എന്റെ മക്കള് പരീക്ഷ എഴുതുന്നതിന് മുന്നേ പരീക്ഷയുടെ ഉത്തരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇതാണ് ഉത്തരം ടീച്ചേഴ്സ് പറഞ്ഞു തരില്ല. കൃത്യമായിട്ട് ലൈവ് കണ്ടാൽ മാത്രം ആ പരീക്ഷയ്ക്ക് ഉത്തരങ്ങളെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ലൈവ് കാണാൻ മറക്കരുത്. തീർച്ചയായിട്ടും എന്റെ മക്കൾ ലൈവ് കാണണം കേട്ടോ. അപ്പം മിസ് ഇന്നിപ്പോ എന്തിനാ വന്നേന്ന് വെച്ചാലേ, പരീക്ഷയ്ക്ക് ഉള്ള ചാപ്റ്റേഴ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലുള്ള പോർഷൻസ് ആണ് പരീക്ഷയ്ക്ക് ഉണ്ടാവാറ്. അപ്പൊ ഓരോ സബ്ജക്റ്റിലെയും പോർഷൻസ്, ചാപ്റ്റേഴ്സ് മിസ് പറഞ്ഞുതരാം കേട്ടോ. എന്റെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കില്ലേടാ? അപ്പൊ ദാ നോക്കിക്കേ, കേരള പാഠാവലിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? കൃഷിമാഷ്, ചിരിയും ചിന്തയും, ആഭരണം, വെണ്ണയുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ക്യാൻസർ വാർഡിലെ ചിരി, കാസിമിന്റെ ചെരുപ്പ്. ഇത്രയും പാഠഭാഗങ്ങളാണ് കേരള പാഠാവലിയിൽ എന്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കേരള പാഠാവലിയിലെ പോർഷൻസ് ഒക്കെ കിട്ടിയില്ലേ? ചാപ്റ്റേഴ്സ് ഒക്കെ കിട്ടിയില്ലേ? ഇനി നമ്മള് അടിസ്ഥാന പാഠാവലിയിലേക്ക് പോകുന്ന സമയത്ത് പ്രകാശം പരത്തുന്നവർ, മരണമില്ലാത്ത മനുഷ്യൻ, കണ്ടാൽ അറിയാത്തത്, ഗുരുപ്രസാദം എന്നീ പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും നല്ല രീതിയിൽ തന്നെ ശ്രുതി ടീച്ചർ പഠിപ്പിച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ശ്രുതി ടീച്ചറുടെ ലൈവ് കയറി ആ ശ്രുതി മിസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. മിസ് അയക്കുന്ന കോണ്ടന്റ് വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് കാണാം കേട്ടോ. മിസ് അയച്ചിരുന്ന പരീക്ഷ എഴുതണേ. അങ്ങനെ എഴുതിയാല് ക്രിസ്മസ് പരീക്ഷ എന്തായിരിക്കും? ഈസി ആയിട്ട് എന്റെ മക്കൾക്ക് പാസ്സാവട്ടോ. ഇനി എന്റെ മക്കൾ ഇവിടെ നോക്കിക്കേ, അറബിക്കിലേക്ക് വരുന്ന സമയത്ത് ചില സ്കൂളിലൊക്കെ മക്കള് അറബിക്ക് ചൂസ് ചെയ്തിട്ടുണ്ടാവല്ലേ? ഇവിടെ യൂണിറ്റ് 3യും 4ഉം ആണ് അറബിക്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. ഇനി നമ്മള് സാൻസ്ക്രിറ്റ് ചൂസ് ചെയ്ത മക്കൾക്ക് യൂണിറ്റ് 4ഉം 5ഉം അതേപോലെ തന്നെ 6ഉമാണ് പരീക്ഷയ്ക്ക് വരിക. ഇനി ഉറുദു ചൂസ് ചെയ്ത മക്കൾക്ക് ലെസൺസ് ഏതൊക്കെയാ? 10, 11, 12, 13, 15, 16 ലെസൺസ് ആണ്. 14, 15, 16 ലെസൺസ് ആണ് ഉറുദുവില് മക്കൾക്ക് വരിക. ഇനി നമ്മള് ഇംഗ്ലീഷിലേക്ക് പോകുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആടാ? യൂണിറ്റ് 3യും അതേപോലെ തന്നെ യൂണിറ്റ് 4ഉം ഉണ്ട്. യൂണിറ്റ് 3യില് ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രലയും, യൂണിറ്റ് 4ല് ദ ഹാപ്പി പ്രിൻസും ആണ് പഠിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് അഭിരാമി മിസ്സും അൻവറ മിസ്സും നല്ല രീതിയിൽ പഠിപ്പിച്ചെന്നില്ലേ? ഇനി അവര് ലൈവില് വരും കേട്ടോ. ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്കുള്ള പോർഷൻസ് മാത്രമേ നമുക്കിനി ലൈവിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ആ ലൈവ് കൃത്യമായി കേൾക്കണം. പിറ്റേന്ന് പരീക്ഷ എഴുതണം. അപ്പൊ എന്ത് കിട്ടും? ഇംഗ്ലീഷ് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടൂലടാ. അപ്പൊ ഇംഗ്ലീഷിന്റെ കാര്യം മനസ്സിലായില്ലേ? ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? ഹിന്ദിയിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് 2, 3, 4 യൂണിറ്റുകളാണ് മക്കളെ പരീക്ഷയ്ക്ക് വരുന്നത്. ഹിന്ദി അനസാറ് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. 5ാം ക്ലാസ്സിലെ മക്കളാണല്ലേ ഇവിടെ ഇപ്പോഴല്ലേ ഹിന്ദി പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാ? സാറിന്റെ ക്ലാസ് കൃത്യമായിട്ട് കണ്ടാലേ എളുപ്പമായിട്ട് എന്റെ കുട്ടിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് കാണില്ലടാ. ഓക്കെ, ഇനി സോഷ്യൽ സയൻസ് മിസ്സിന്റെ സ്വന്തം സബ്ജക്റ്റിന്റെ കാര്യാട്ടോ പറയുന്നേ. ഇവിടെ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 4 പാഠം പഠിക്കാണ്ടില്ലേ? ഏതൊക്കെയാടാ? പ്രപഞ്ചം എന്ന മഹാത്ഭുതം, യൂണിവേഴ്സ് എ ഗ്രേറ്റ് വണ്ടർ, വൻകരകളും സമുദ്രവും, കോണ്ടിനെന്റ് ആൻഡ് ഓഷ്യൻ, ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ, ചേഞ്ചസ് റോഡ് ബൈ അയൺ. അപ്പൊ എത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്? 4 ചാപ്റ്റേഴ്സ് ഇല്ല, 3 ചാപ്റ്റേഴ്സ് ഉള്ളൂ. മിസ് ആദ്യം പറഞ്ഞപ്പോ മാറിപ്പോട്ടോ, 3 ചാപ്റ്റേഴ്സ് ഉള്ളൂ അല്ലേ? അപ്പൊ ഈ 3 ചാപ്റ്റേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മിസ്സും എബിളി സാറും വരും കേട്ടോ. അപ്പം മക്കളെ, മിസ്സിന്റെ ലൈവാണ് കേട്ടോ നാളെ. എന്റെ മക്കൾ എല്ലാരും കാണില്ലേ? നമ്മുടെ ഡിസംബർ 1-ാം തീയതി രാത്രി 7 മണിക്ക് തന്നെ ഈ പാഠങ്ങളൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി മിസ് വരുന്നുണ്ട്. റിവിഷൻ ആണ്. കൃത്യം എന്റെ മക്കള് ലൈവില് ജോയിൻ ചെയ്യണം. ഇതിലത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്റെ കുട്ടികൾക്ക് എന്താണ് യൂട്യൂബില് കമ്മ്യൂണിറ്റി ഗ്രൂപ്പില് പരീക്ഷക്കായിട്ട് എഴുതേണ്ടി വരും കേട്ടോ. അപ്പം സെറ്റല്ലേ? നാളെ 7 മണിക്ക് എല്ലാരും ഉണ്ടാവില്ലേ? ഓക്കെ അല്ലേടാ? അപ്പൊ സോഷ്യൽ സയൻസിന്റെ കാര്യവും അങ്ങനെ സമാധാനായി.
അപ്പൊ നമുക്ക് അടുത്ത എങ്ങോട്ടാ? ബേസിക് സയൻസിലേക്ക് പോവാം. ബേസിക് സയൻസിൽ ഒരു നിര തന്നെ നിങ്ങളെ പഠിപ്പിക്കാണ്ട്. ആരൊക്കെയാ? ശ്രീഭാമ മിസ് ഉണ്ട്, അരുണിമ മിസ് ഉണ്ട്, അനീറ്റ മിസ് ഉണ്ട്, അനുശ്രീ മിസ് ഉണ്ട്, അഖില മിസ് ഉണ്ട്. ഇവരെല്ലാരും നിങ്ങളെ ബേസിക് സയൻസ് പഠിപ്പിച്ചിട്ട് കേട്ടോ. എത്ര ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളേ? നമുക്ക് നോക്കിയാലോ. ലൈഫ് വിത്തിൻ ദ സീഡ്, വിത്തിനുള്ളിലെ ജീവൻ, എനർജി സോഴ്സസ്, ഊർജത്തിന്റെ ഉറവകൾ, അതേപോലെ ഇത്തിരി ശക്തി ഒത്തിരി ജോലി, എ ലിറ്റിൽ എഫേർട്ട് ലോട്ട് ഓഫ് വർക്ക്, അറിവിന്റെ ജാലകങ്ങൾ, വിൻഡോസ് ഓഫ് നോളജ്. അങ്ങനെ മൊത്തം 4 ചാപ്റ്റേഴ്സ് ആണ് ബേസിക് സയൻസിൽ എന്റെ മക്കൾക്ക് പഠിക്കേണ്ടത്. അപ്പൊ ബേസിക് സയൻസ് പഠിപ്പിച്ചതിന് വേണ്ടി ഈ ടീച്ചേഴ്സ് എല്ലാവരും വരും. എന്റെ മക്കൾ എന്ത് ചെയ്യണം? ലൈവില് കൃത്യമായിട്ട് ജോയിൻ ചെയ്യണം. അടിപൊളിയായിട്ട് സെറ്റായിട്ട് പവറായിട്ട് മാർക്ക് വാങ്ങണം കേട്ടോ. ഇനി മാത്സിലേക്ക് പോകുന്ന സമയത്ത് മാത്സിൽ നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്? നിങ്ങളെ അനുരജ്ഞ മിസ്സും ഷെമീം സാറും ഉണ്ട് അല്ലെ. അനുരജ്ഞ മിസ്സിന്റെ ലൈവ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്റെ മക്കളെ? മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ. അത് മിസ് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട് കേട്ടോ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുണ്ട്. അതിനൊക്കെ ആൻസർ ചെയ്യണേ. അപ്പൊ മാത്സിൽ എത്ര ചാപ്റ്റേഴ്സ് ആടാ പരീക്ഷയ്ക്കുള്ള? വൃത്തങ്ങൾ, ഭാഗങ്ങളുടെ സംഖ്യ, പരപ്പിന്റെ അളവ്, സംഖ്യകൾക്കുള്ളിൽ ഏതൊക്കെയാ? സർക്കിൾസ്, പാർട്ട് നമ്പർ, ഏരിയ, ഇൻസൈഡ് നമ്പേഴ്സ്. ഇത്ര ചാപ്റ്റേഴ്സ്, 4 ചാപ്റ്റേഴ്സ് ആണ് മാത്സിനുള്ളത്. അപ്പൊ എന്റെ മക്കള് സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മിസ്സിന് ഇന്ന് പറയാനുള്ളത്. അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് മിസ് വിഷ് ചെയ്യാണ്. പക്ഷെ വിഷയം മാത്രമല്ല, എന്റെ മക്കളെ കൂടെ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സൈലം കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്റെ മക്കള് കൃത്യമായിട്ട് അങ്ങോട്ട് ലൈവില് വരല്ലേ. ഇതുവരെ ലൈവില് വരാത്തതിനൊന്നും സങ്കടപ്പെടണ്ട. ഇനി അങ്ങോട്ട് വരിക. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച വീഡിയോസ് ഒക്കെ കണ്ട് സെറ്റായിട്ട് പവറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കട്ടോ. അപ്പം നമുക്ക് ഇനി ലൈവില് കാണാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.